ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കർണാടക തുങ്കൂർ സ്വദേശി ബാലകൃഷ്ണയാണ് മരിച്ചത്. ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോൾ കാൽ വഴുതി കായലിലേക്ക് വീണാണ് മരണം സംഭവിച്ചത്. മനീഷ് മഹിബാൽ ടെലിഫോണിലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ശരിക്കും? ഗുഡ് മോർണിംഗ്. ഈ അപകടം ഉണ്ടായത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ്. ഇന്നലെ രാവിലെയാണ് കർണാടകയിൽ നിന്ന് 40 അംഗ സംഘം ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിൽ എത്തിയത്. അവർ രാവിലെ ഹൗസ് ബോട്ടിൽ സഞ്ചരിച്ചു. പിന്നീട് 6 മണിക്ക് ശേഷം ഹൗസ് ബോട്ടിൽ അവിടെ താമസിക്കാനായിരുന്നു 40 സംഘം തീരുമാനിച്ചത്. അങ്ങനെ 2 ബോട്ടുകളിലാണ് 40 അംഗ സംഘം താമസിച്ചത്. അങ്ങനെ ഒരു ബോട്ടിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് കയറാൻ, കായൽ തുടത്തിന് കയറാൻ വേണ്ടി പലക ഇട്ടിരുന്നു. അങ്ങനെ ഈ മരിച്ച കർണാടക തുങ്കൂർ സ്വദേശി ബാലകൃഷ്ണയും കുടുംബവും ഉണ്ടായിരുന്നു. ബാലകൃഷ്ണയും കുടുംബവും മറ്റൊരു ബോട്ടിലേക്ക് ഈ പലക വഴി കയറുന്ന സമയത്താണ് കാൽ വഴുതി പെട്ടെന്ന് കായലിലേക്ക് വീണത്. ഉടൻ തന്നെ ഹൗസ് ബോട്ടിലെ ജീവനക്കാർ ബാലകൃഷ്ണയെ പെട്ടെന്ന് കരക്കെത്തിച്ചു. അവിടെ നിന്നും ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ്. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. നിർഭാഗ്യകരമായി പോയി ഈ സംഭവം. അജിത് കിഴുവാത്തോടി പറഞ്ഞ് GS പ്രദീപിനെ സംഘടിപ്പിച്ച ഒരു ക്വിസ് മത്സരം നടത്തിക്കൂടെ, പ്രേക്ഷകർക്ക് അത് കുട്ടികൾക്ക് ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അജിത്ത്, ഈ അടുത്തിടയ്ക്ക് GS പ്രദീപ് ജന്മദിനമൊക്കെ ആഘോഷിച്ചിരിക്കുക, നമുക്ക് നോക്കാം.